ഞാൻ പറഞ്ഞു ഞങ്ങൾ 100+ എന്നുള്ളത് തന്നെയാണ് നിൽക്കുന്നത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ശക്തമാണ്. മാത്രമല്ല ഞങ്ങൾ പ്ലസ് LDF-ന്റെ വോട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. പറയുന്നവർക്ക് വരെ പറയാം, ഏപ്രിൽ 9 കഴിഞ്ഞ് വോട്ട് എണ്ണുമ്പോൾ ഫ്ലക്സ് വെറുതെ ഒന്നും കിട്ടിയിട്ടില്ല. ആർക്കൊന്നും കിട്ടണേ? ഫ്ലക്സ് വെറുതെ വലിയ ഫ്ലക്സ് ഒക്കെ അടിച്ച് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരും, സംശയം. അദ്ദേഹത്തോടും ചോദിക്കട്ടെ, സംസ്ഥാനത്ത് ആര് അധികാരത്തിൽ വരും? അതായത് ശബരിമലയിൽ മുഖ്യത വണ്ടി. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. AP അനിൽകുമാർ വണ്ടൂരിന്റെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലെയും വലിയ ആവേശം നിറച്ചുകൊണ്ട് പ്രചരണ പരിപാടികളിലാണ്. നല്ല തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ മമ്പാട് നിന്നാണ് നമ്മൾ കാണുന്നത്. രണ്ട് ഉത്തരവാദിത്തമാണ്. ഒന്ന്, വണ്ടൂരിൽ UDF-നെ വീണ്ടും ആ സീറ്റ് നിലനിർത്തുക. രണ്ട്, സംസ്ഥാനത്ത് ഭരണത്തിലേക്ക് എത്തുക. ഈ രണ്ട് ഉത്തരവാദിത്തത്തിൽ എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു UDF-ന്റെ തരംഗം? ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയതാണ്, ഞങ്ങളത് പറഞ്ഞതാണ്. കേരളത്തിൽ LDF ഗവൺമെൻറ്റിനെതിരായ ഒരു വികാരമുണ്ട് എന്നുള്ളത്. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം, അത് രണ്ട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ ശക്തമായ ജനവികാരം ഈ ഗവൺമെൻറ്റിനെതിരെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള വിജയമായിരിക്കും കേരളത്തിൽ UDF-നുണ്ടാവുക. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു. വലിയൊരു മുന്നേറ്റമാണ് UDF നടത്തിയത്. എത്ര സീറ്റിലേക്ക് UDF പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു ഞങ്ങൾ 100+ എന്നുള്ളത് തന്നെയാണ് നിൽക്കുന്നത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പലരും കണക്ക് കൂട്ടിയത് ഒരു ചെറിയ എഡ്ജാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ രീതിയിൽ തന്നെ ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് 80 സീറ്റ്, 85, 90 ഇതൊക്കെ പറയുന്നവർക്ക് വരെ പറയാം, ഏപ്രിൽ 9 കഴിഞ്ഞ് വോട്ട് എണ്ണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം UDF-ന് അനുകൂലമായിരുന്നു എന്ന് ബോധ്യമാകും. ഇപ്പോൾ വണ്ടൂർ പഞ്ചായത്തിൻ്റെ ഈ ഓരോ ഗ്രാമമേഖലകളിൽ ചെല്ലുമ്പോഴും എങ്ങനെയാണ് പ്രവർത്തകരുടെ ആവേശം? അല്ല, ഈ വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് UDF-ന്റെ വളരെ ശക്തമായ അടിത്തറയുള്ള പഞ്ചായത്താണ്. ഈ മമ്പാട് പഞ്ചായത്തിലാണ് ഇന്നത്തെ പ്രചരണ പര്യടനം. UDF-ന് വളരെ ശക്തമായ അടിത്തറയുള്ള പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല. ശക്തമാണ്. മാത്രമല്ല ഞങ്ങൾ പ്ലസ് LDF-ന്റെ വോട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാവും. ഇപ്പോൾ LDF ഒരു വലിയ പ്രചരണം ആയുധമാക്കുന്നത് വാണിയമ്പലം ഓവർബ്രിഡ്ജിന്റെ കാര്യം മാത്രമാണ്. ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ 5 മിനിറ്റ് എനിക്ക് വേണം. ഏറ്റവും ചുരുക്കി അത് പറയാൻ. കാരണം ഞാനത് വളരെ വ്യക്തമായ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ തികഞ്ഞ പ്രതീക്ഷയിലാണ്. 100%. അതിന് തർക്കമില്ല. ഇവിടെ മാത്രമല്ല, കേരളത്തിലും കൂടെ. അപ്പോൾ പ്രചരണത്തിൻ്റെ തിരക്കിലാണ് AP അനിൽകുമാർ. സമയക്കുറവ് കാരണം അദ്ദേഹം പെട്ടെന്ന് തന്നെ പ്രതികരിച്ച് നമ്മുടെ അടുത്ത് നിന്ന് പോവുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം ഒരുപാട് പ്രചരണ പരിപാടികൾ തിരക്കിലാണ്. ദിവസം വളരെ കുറവ് മാത്രമാണ് ഇനിയുള്ളത്. എങ്ങനെയുണ്ട് വണ്ടൂരിലെ തെരഞ്ഞെടുപ്പ് ആവശ്യമൊക്കെ? വണ്ടൂരിൽ വോട്ട് ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. ഒരു 25,000 വോട്ട് എന്തായാലും ഉണ്ടാവും. നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. വീണ്ടും അനിൽകുമാർ വരും. വരും, യാതൊരു സംശയമില്ല. 100%. ഓക്കെ. കേരളം തന്നെ മാറ്റി പറയും. തീർച്ചയായിട്ടും കേരളം മാറിയതിൽ ഉറപ്പാണ്. വിലക്കുള്ള ഒരു എന്താ വണ്ടൂരിലെ സ്ഥിതി? വളരെ മെച്ചമാണ്. 100% ഉറപ്പ്. എന്താ വിശേഷം? തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ അനിൽകുമാർ ഇവിടെ വന്നു പോയി, എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്താണ്? ജയിക്കുന്നുള്ളത് തന്നെയാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കണം. കഴിഞ്ഞ 25 വർഷമായിട്ട് അദ്ദേഹം ഈ മണ്ഡലത്തിലുണ്ടല്ലേ, MLA ആയിട്ട്. എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങളൊക്കെ കാണുന്നത്? നല്ല വികസനം തന്നെയാണ്. എല്ലാം കൊണ്ടും നല്ല വികസനം തന്നെയാണ് ഇതുവരെ കൊണ്ടുവന്നത്. ഇനി അതുപോലെ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ വണ്ടൂരിന്റെ ഒരു വികസന കാഴ്ചപ്പാട് എങ്ങനെയാ? നല്ല തന്നെ. നിങ്ങൾ ഈ മമ്പാട് മേഖലയിൽ വികസനമൊക്കെ എത്തിയിട്ടുണ്ടോ? എത്തിക്കണം. എന്താ ചേച്ചി പറയാനുള്ളത്? നല്ല തന്നെ. അനിൽകുമാർ വീണ്ടും വിജയിക്കും. എന്താക്കാ പറയൂ, എന്തൊക്കെയുണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷം? തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? കൂടി ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധം. സംസ്ഥാനത്ത് ഫുള്ളായിട്ട് ജയിക്കും. UDF വരും എന്നുള്ളതാണ്. അതെ. ഇവിടെ ഒരു പ്രായ ഒരാളും കൂടി ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് വിശേഷം? എന്താ തെരഞ്ഞെടുപ്പ് വിശേഷം? എന്താ നമുക്കുണ്ടല്ലോ. വോട്ടുണ്ടോ? വോട്ട് ആര് ജയിക്കും ഇവിടെ? ആര് ജയിക്കും? മന്ത്രി നമ്മളെ മന്ത്രിയില്ലേ? അപ്പോൾ മന്ത്രിയായ ആളാണ്. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ഒരു
നേതൃനിരയിൽ നിൽക്കുന്ന ആളാണ് എ പി അനിൽകുമാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ പങ്കെടുത്ത് പ്രവർത്തകരാണ് നിൽക്കുന്നത്. പറഞ്ഞു മൈക്ക്. അതല്ല, ഈ പിണറായി വിജയൻ എന്തിനാണ് ഇത്ര വല്ല ഫ്ലെക്സുകളൊക്കെ അടിച്ചിറക്കിയിട്ടുള്ളത്? എന്ത് ലക്ഷക്കണക്കിന് ഫ്ലെക്സുകളാണ് നമ്മളെ ഈ ഇവിടെ ബൈക്ക് പോണത് ഉള്ളത്. ലക്ഷക്കണക്കിന് ഫ്ലെക്സ് ഭരണം നിലനിർത്താൻ വേണ്ടിയാണ്. ഭരണം നിലനിർത്തുന്ന ഒരു പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താൽ അത് നല്ല ഗുണമല്ലേ? ഇത് ഫ്ലെക്സ് വെറുതെ ഒന്നും കിട്ടിയിട്ടില്ല. ആർക്കൊന്നും കിട്ടണേ? ഫ്ലെക്സ് വെറുതെ വലിയ ഫ്ലെക്സൊക്കെ അടിച്ച് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് ഇത് ഒരു ഗുണമേന്മ ഉണ്ടാവുള്ളൂ. അത് ഒന്നുമില്ലാതെ ഇവിടുന്ന് ഈ ഒരു പോസ്റ്റ് വെച്ച് അപ്പുറത്തൊരു പോസ്റ്റ് ഏറ്റവും വലിയ ഫ്ലെക്സുകളാണ് അയാൾ അടിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ അല്ല, ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ. അപ്പൊ അതൊക്കെ ആ ഫണ്ട് ജനങ്ങൾക്ക് കൊടുക്കായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഫണ്ടൊക്കെ നമ്മൾ ഇത് മുഖ്യതയ്ക്കാരോ അതായത് ശബരിമലയിൽ മുഖ്യത ആ ഫണ്ട്. അല്ല, കസാര ഉണ്ടാക്കട്ടെ. എങ്ങനെയുണ്ട് വണ്ടൂർ? വണ്ടൂരിനെ സംബന്ധിച്ച് ഒരു ഇതുമില്ല. അനിൽകുമാർ 40,000 വോട്ടിന്റെ മേലെ 40,000 വോട്ടിന് മേലെ ജയിക്കും. എതിർ സ്ഥാനാർത്ഥി കുറച്ച് ശക്തനാണ്. ഡോക്ടറാണ്, പ്രൊഫസറാണ്, കോളേജ് പ്രിൻസിപ്പളാണ്. ഒന്നും കാര്യമില്ല. അദ്ദേഹം അനിൽകുമാർ ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട്, ധാരാളം ഉണ്ട്. ഈ വാണിയമ്പലം ഓവർ പിടിച്ചൊക്കെ അവരിപ്പോ വലിയ പ്രചരണ വിഷയമാകണ്ടേ? ഓണത്തെ പേയല്ലേ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ DPR മറ്റു കാര്യങ്ങൾ അവരത് പൂർത്തിയാക്കും ഞങ്ങളടുത്ത ഗവൺമെന്റിൽ വരുമ്പോൾ. വൈകി ചെറിയ അതിന്റെ സാങ്കേതിക ഡിലേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കൽ ഉണ്ടായ അലൈൻമെന്റ് മാറി വേറെ അലൈൻമെന്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിനുണ്ടായ സാങ്കേതിക ഡിലേ മാത്രമേ അതിൽ ഉണ്ടായിട്ടുള്ളൂ. അതെന്തായാലും ഈ UDF അധികാരത്തിൽ വന്നാൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ LDF പ്രധാനമായിട്ട് പറയുന്നത്, ഇപ്പോൾ UDFന്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് 10 വർഷത്തെ ആ ഒരു ഭരണവിരുദ്ധ വികാരം അതിനെതിരെ UDF ഉയർത്തി കാണിച്ചുകൊണ്ടാണ്. പക്ഷേ വണ്ടൂർ മണ്ഡലത്തിൽ 25 വർഷമായി തുടർന്ന ആ ഒരു സിറ്റിംഗ് MLA ഇത്തവണ മാറ്റണമെന്നൊരു വികാരത്തോടുകൂടിയാണ് ജനങ്ങൾ മുന്നോട്ട് വരുന്നത് എന്നാണ് അവരുടെ ഒരു പ്രതി ആരോപണം. അത് ഒരു വെറുതെ ഒരു ആരോപണം മാത്രമാണ്, അതിലൊന്നും ഒരു കാര്യവുമില്ല. കാരണം ഈ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ അനിൽകുമാറിനെ അറിയാത്ത ഒരു വ്യക്തി ഇപ്പം അദ്ദേഹം 30 വർഷമായി. ഇപ്പോൾ 30 വയസ്സായ കുട്ടികൾ, അന്ന് ആദ്യം പ്രസവിക്കാത്ത കുട്ടികൾ വരെ ഇന്ന് വോട്ടർമാരാണ്. അവർക്കെല്ലാം അറിയാം അനിൽകുമാറിനെ കുറിച്ച്. അദ്ദേഹം ഈ മണ്ഡലത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെയാണ് വീണ്ടും ഇവിടെ വിജയിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിന് സാധ്യതയില്ല, അതായത് ഇവിടെ നേരിയ സാധ്യത പോലും ഈ മണ്ഡലത്തിലില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് വരുന്ന പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിലൊക്കെ കിട്ടിയേക്കാണ് ഭൂരിപക്ഷം ഇപ്രാവശ്യം അദ്ദേഹത്തിനുണ്ടാവും. പാർട്ടി ഭാരവാഹിത്വമുണ്ടോ? ഇല്ല. ഒരു സജീവ പ്രവർത്തകനാണ്. അതെ, സജീവ പ്രവർത്തകൻ. അപ്പോൾ സംസ്ഥാനത്ത് എന്താ സ്ഥിതി? സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരും, എന്താ സംശയം? ഇദ്ദേഹത്തോടും ചോദിക്കട്ടെ, സംസ്ഥാനത്ത് ആര് അധികാരത്തിൽ വരും? UDF വരും. എത്ര സീറ്റ് കിട്ടും? 100 സീറ്റ് എന്തായാലും കിട്ടും. വണ്ടൂരിലോ? വണ്ടൂർ അനിൽകുമാർ. അപ്പോൾ ആവേശത്തിലാണല്ലേ? ഇനി കുറഞ്ഞ ദിവസമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. അപ്പോൾ മമ്പാട് പഞ്ചായത്തിലേക്ക് എങ്ങനെ ലീഡ് ഉയർത്തുമോ? മമ്പാട് പഞ്ചായത്തിൽ ഇപ്പം നമുക്ക് ലാസ്റ്റ് നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ കിട്ടിയതിനെക്കാട്ടിലും വോട്ട് ഇപ്രാവശ്യം ഈ പഞ്ചായത്തിൽ തന്നെ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു ബൂത്ത് ഞങ്ങൾ നോക്കുന്നതാണ്. ഈ ബൂത്തിൽ 1047 വോട്ടുണ്ട്. അതിൽ ഇവിടുന്ന് ആകെ LDFന് കിട്ടാവുന്നത് മാക്സിമം വോട്ട് 150 വോട്ടാണ്. ബാക്കി പോളിംഗിനനുസരിച്ച് ബാക്കിയിൽ 150 വോട്ടേ മാക്സിമം അവർക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ബൂത്തിൽ. ഇവിടെയാണ് ബൂത്ത്. അപ്പോൾ എന്തുകൊണ്ടും ഞങ്ങൾ വലിയ വിജയ ശുഭപ്രതീക്ഷയിലാണ്. UDF അധികാരത്തിൽ വരും, അനിൽകുമാർ വീണ്ടും MLA ആവും. UDF അധികാരത്തിൽ വന്നാൽ വണ്ടൂരിൽ നിന്ന് വീണ്ടും ഒരു മന്ത്രി ഉണ്ടാവുമെന്ന് വിചാരിക്കാം. നമുക്ക് ഉണ്ടാവുമെന്ന് വീണ്ടും പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ. അപ്പോൾ ഇതാണ് വണ്ടൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. AP അനിൽകുമാർ സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി, വലിയ തിരക്കുകൾക്കിടയിലുള്ള ഒരു പര്യടന പ്രവർത്തനത്തിനിടയിൽ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അദ്ദേഹത്തിന് നമ്മളോട് സംവദിക്കുവാൻ സാധിച്ചത്. കാരണം അത്രയേറെ പരിപാടികളുള്ള ഒരു ദിവസമാണ് തെരഞ്ഞെടുപ്പ്. അടുത്ത ദിവസമായതുകൊണ്ട് തന്നെ ഇടതടവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു മലയോര മേഖല കൂടിയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത്. അങ്ങ് സൈലന്റ് വാലിയുടെ അതിർത്തി പങ്കിടുന്ന വനമേഖലയായ കരുവാരകുണ്ട് പ്രദേശം മുതൽ ഇങ്ങ് തിരുവാലിയും മഞ്ചേരിയോട് അതിര് പങ്കിടുന്ന തിരുവാലി പഞ്ചായത്തിൻ്റെ അതിർത്തി വരെയുള്ള വലിയ വിശാലമായി കിടക്കുന്ന ഒരു മേഖലയാണ് വണ്ടൂർ നിയോജക മണ്ഡലം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ജനകീയ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലെല്ലാം കൃത്യമായി ഇടപെടുവാനും ആ വിഷയങ്ങൾ പരിഹരിക്കുവാനും സാധിച്ചുവെന്ന ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇത്തവണ AP അനിൽകുമാർ വീണ്ടും വണ്ടൂരിൽ നിന്നും ജനവിധി തേടുന്നത്. എന്നാൽ
ഈ 25 വർഷത്തെ വികസനങ്ങളെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ഭരണമാറ്റം വേണമെന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് LDF വണ്ടൂരിൽ നിന്നും ഇത്തവണ സ്ഥാനാർത്ഥിയുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും വോട്ടുകൾ എണ്ണുമ്പോൾ മാത്രമേ വണ്ടൂരിൻ്റെ ജനവിധി പൂർണ്ണമായും എത്രത്തോളം ജനങ്ങളുടെ ഇടയിലേക്ക് ഈ വിഷയങ്ങളൊക്കെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്, അതെങ്ങനെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. കാത്തിരിക്കാം. എന്തായാലും UDF ക്യാമ്പ് വണ്ടൂരിൽ ഏറ്റവും വലിയ ശുഭ പ്രതീക്ഷയിലാണ്. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ.